തിരുമല കുന്നപ്പുഴ സ്വദേശിനിയായിട്ടുള്ള ആദിത്യ എസ് നായരാണ് സോഷ്യൽ മീഡിയയിലെ ആക്രമണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു വീട്ടിൽ മുറിക്കുള്ളിൽ ആത്മഹത്യയ്ക്ക് ഈ ആദിത്യ ശ്രമിച്ചത്. അപ്പോൾ തന്നെ രക്ഷകർത്താക്കൾ ആദിത്യയെ അടിയന്തരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ICU വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി സ്ഥിതി കൂടുതൽ സങ്കീർണമാവുകയും ആദിത്യ മരണപ്പെടുകയുമാണ് ചെയ്തത്. പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ആദിത്യ ഇൻസ്റ്റാഗ്രാം പേജിൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ആളാണ്. നിരവധി റീൽസുകളും ഒപ്പം തന്നെ നിരവധി സുഹൃത്തുക്കളുമുള്ള പെൺകുട്ടിയാണ് ആദിത്യ. ആ നിലയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന പെൺകുട്ടിയാണ് പൊടുന്നനെ ആത്മഹത്യയിലേക്ക് പോയത്. പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ആദിത്യ +2 പരീക്ഷയിൽ 2 വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ അമിത ഉപയോഗം കാരണമാണ് എന്ന് ബന്ധുക്കൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും ന്യൂസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ആദിത്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഒരാഴ്ച മുന്നാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. മരണം അടഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് പത്രങ്ങളിലും ഇതിലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഞാൻ കുറച്ച് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളും മക്കളിനെ വളർത്തുന്നുണ്ട്, പെൺമക്കളിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബോൾഡായ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. അവളുടെ ഓരോതും എടുത്ത ഇൻഫ്ലുവൻസറാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. വീഡിയോസും റീൽസൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ഇൻഫ്ലുവൻസറായ ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു. അത് പിന്നെ എന്തൊക്കെയോ പേരിൽ പിണങ്ങേണ്ടി വന്നു, പിരിഞ്ഞു. പിന്നെ അതിൻ്റെ പേരിൽ സൈബർ അറ്റാക്കിൻ്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി, പിന്നെ അതിനെക്കുറിച്ച് നമ്മളെ ടോർച്ചർ ചെയ്ത് ഒരുപാട് പേര് അതിനകത്ത് കമൻ്റ് ഇടും. അപ്പോൾ ആ ഒരു പെൺകുട്ടിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും ചിന്തിക്കാതെയാണ് ഓരോരുത്തർ കമൻസും കാര്യങ്ങളും ഇടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കമൻസ് ഇടുന്നവർ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതെങ്കിൽ നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥ എന്താവും എന്നൊന്ന് ചിന്തിക്കണം. നമ്മളുടെ പെങ്ങന്മാർക്കാണ് അല്ലെങ്കിൽ നമ്മളുടെ അനിയത്തിക്കാണ്, ചേട്ടനാണ് ഇങ്ങനെ ഒരു ഇത് സംഭവിക്കുന്നതെങ്കിലുള്ള ആ മാനസിക സ്ഥിതിയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു എവിടെ നിന്നൊരു സപ്പോർട്ട് ഇല്ലാതാവുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ അത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. അങ്ങനെയാണ് ആ മോള് ആത്മഹത്യക്ക് ശ്രമിച്ചു, മരിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്തായി, നല്ലൊരു ഇതായിരുന്നു, ഇൻഫ്ലുവൻസർ ആയിരുന്നു. ശരിയാണ്, നമ്മൾ പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ പിരിയേണ്ടി വരുന്നവരും ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇത്രയും ബോൾഡായൊരു പെൺകുട്ടി മരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അത്രയ്ക്കും ഇതായിട്ടുള്ള കമൻസ് ആയിരിക്കും ആ മോൾക്ക് വന്നത്. സൈബർ അറ്റാക്ക് തന്നെയാണ് മരണകാരണം എന്നാണ് പറയുന്നത്. +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറം ആയിരിക്കും ആ മോൾക്ക് വന്ന ആ കമൻസും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ടായിരിക്കും ആ മോള് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വല്ലാത്തൊരു ദുർവിധി തന്നെയാണ് ആദിത്യ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്. അപ്പോൾ ആദിത്യയുടെ മരണകാരണത്തെക്കുറിച്ച് കൂട്ടുകാരൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് കേട്ടോ, അതൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. എന്തിനാണ് ഇത് ചെയ്തെന്നുള്ള എക്സാക്ട് കാര്യം വേറൊന്നുമല്ല. ഇവരെ വീട്ടില്, അതായത് ഇവളെ അനിയൻ എൻ്റെ അടുത്ത് പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നു. അവളെ അമ്മയച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നു. അമ്മയച്ഛനും സംസാരം നടന്നപ്പോ അതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരം കാര്യങ്ങളായപ്പോ അവളെ അച്ഛൻ പറയുന്നത്, ഈ കുറെ നാളുകൊണ്ട് നിന്റെ ഓരോ അവസ്ഥകൾ നമ്മൾ കണ്ടോണ്ടിരിക്കാന്, അത് കണ്ട് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്, അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഇവളും തിരിഞ്ഞ് സംസാരിച്ചു. ഞാൻ ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞു കിടക്കുകയാണ്, വലിയ കാണാവേ ഓരോരുത്തരും ഞാൻ കാണുമ്പോ അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, അതാണ് ഒരേ കുറ്റം പറച്ചില്. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇവളെ ഇവളെ ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും വഴക്കുണ്ടാക്കി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫാമിലി തമ്മിൽ വിഷയമായി. അതിന്റെ ഇടയിൽ ഇവന്റെ ടോപ്പിക് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അങ്ങനെയാണ് ഇവള് പറയുന്നത്, ഞാൻ കാരണം ആർക്കും ഒരു ഇത് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവളൊരു സ്റ്റോറി ഇട്ടിട്ട് കയറി അങ്ങ് തൂങ്ങിയത്. പറഞ്ഞത് കണ്ടോ, പേരൻസ് തമ്മിൽ എന്തൊക്കെയോ വാക്കേറ്റം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി ഞാൻ കാരണം ഒരു ഇത് വരുത്തരുതെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പേരൻസ് എന്തായാലും ചോദിക്കും. അത് സ്വാഭാവികമാണ്, എന്തായാലും ചോദിക്കാതിരിക്കില്ല. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പോൾ ഇനി ഞാൻ കാരണം ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് ആ മോള് പോയിട്ട് തൂങ്ങി എന്നാണ് പറയുന്നത്. ആദിത്യയുടെ ഒരു ഫ്രണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും തൂങ്ങി അതിൻ്റെ അനുസരിച്ച് കൊണ്ടുപോയി പിന്നെ
ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരാഴ്ച മേലെ എന്തോ ഹോസ്പിറ്റലിൽ കടന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും നമ്മുടെ നമ്മൾ ഒരു ഇതിൽ ഇട്ടു. നമ്മളെ മാനസികമായിട്ട് തളർത്താൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേര് നമ്മളെ തളർത്താനുണ്ടാകും. അതുപോലെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും കേട്ടോ. തളർത്തുന്നവർ മാത്രമല്ല, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകും. ഒരു 100-ൽ 70% നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 20% നമ്മളെ നെഗറ്റീവ് പറയാനുണ്ടാവുള്ളൂ. ആ 20% വെച്ചിട്ട് നമ്മൾ തളരാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മോള് ചെയ്തത് എന്തായാലും അത് തന്നെയാണ്. ആ മോള് എന്താ പറയുക, ആ വീട്ടുകാർക്ക് പോയി, അല്ലാതെ ആർക്ക് പോകാനാണ്? നല്ലൊരു കാണുമ്പോൾ തന്നെ നല്ലൊരു സുന്ദരി മോള്. ഓരോ മാനസികാവസ്ഥ നമുക്കിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് ആ മോളുടെ മാനസികാവസ്ഥ മനസ്സിലാവുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ആദിത്യയുടെ മരണത്തെ കുറിച്ചൊരു ഇത് കേട്ടപ്പോൾ വെറും +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. എനിക്കും ഉണ്ട് 2 പെൺമക്കൾ. നമ്മുടെ മക്കളും വളർന്നു വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ്. നമ്മളുടെ ഒരു മോള് പോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ഓരോ ന്യൂസുകളും വീഡിയോകളും കാണുമ്പോൾ നമുക്കത് വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ന്യൂസ് കാണാനിട വന്നത്. ബിബിൻ പറഞ്ഞ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കണ്ടതും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിയത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം മനസ്സിലാവാൻ പറഞ്ഞിങ്ങനെ സൈബർ അറ്റാക്കിനെ കുറിച്ച് ഒരു ഇത് നീ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു ഇത് കണ്ടത്. എനിക്കിത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി, ഭയങ്കര വിഷമം തോന്നി. പ്രത്യേകിച്ച് എനിക്കും പെൺമക്കളായതുകൊണ്ട് തന്നെ എനിക്ക് ആ മോളുടെ ആ ഒരു ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. അതുപോലെ തന്നെ ആ മോളുടെ ആ അവസാനത്തെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ചെയ്ത വീഡിയോ പോകുന്നവർ പോവട്ടെ, അത് പ്രശ്നമില്ല. അവൻ കാമുകൻ ഉപേക്ഷിച്ച് പോയതിൻ്റെ പേരിൽ അവൾ സ്റ്റോറി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാകും. അതിൻ്റെ പുറകെ ആയിരിക്കും ഇങ്ങനെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ വീട്ടുകാർ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും ചോദിക്കുമല്ലോ. നമ്മൾ വീട്ടുകാർ എന്തായാലും ചോദിക്കും, പേരൻസ് എന്തായാലും ചോദിക്കും. അതിൻ്റെ പുറത്ത് തൂങ്ങിയെന്നാണ് സുഹൃത്ത് പറയുന്നത്. എന്തുതന്നെയാണെങ്കിലും ഭയങ്കര വിഷമം തോന്നിക്കുന്ന ഒരു ന്യൂസ് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദുർവിധി ഒരു മക്കൾക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇങ്ങനെ തന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ ഒരു വരാതിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും പിന്നെയും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ന്യൂസുകളിലും വാർത്തകളിലൊക്കെ കാണുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു ബോൾഡ്നെസ് വേണം. മക്കളിത് ചെറിയൊരു ഇത് കാണുമ്പോഴേക്കും ഇങ്ങനെ മരിക്കാൻ ഇതിന് നിന്നാൽ പിന്നെ അതിനേ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ചെറുപ്രായത്തിലൊക്കെ പോയി എന്താ പറയുക, മോളുടെ ഒരു ഇതും കഴിഞ്ഞിട്ടില്ല, ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കാണ് ഇങ്ങനെ ഒരു ദുർവിധി. എന്ത് തന്നെയാണെങ്കിലും വിഷമം തോന്നിക്കുന്ന ഒരു ഇത് തന്നെയാണ് ഈ മോളുടെ ഒരു മരണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച്. നമ്മളും മക്കളെ വളർത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബായ്.